ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 79ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ 78 വരെയായിരുന്നു കണ്ടിരുന്നത്. അവിടെ ആ ഒരു വേദിയിലേക്ക് വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുക മഹർഷി ഭാഗവതത്തെ ഉരുവിട്ടുകൊണ്ട്, അതും എങ്ങനെ വളരെയേറെ പ്രേമഭാവത്തോടു കൂടിയാണ് ആ ഭാഗവതത്തോടുള്ള സമീപനം അങ്ങനെയാണ് എന്ന് എടുത്തു പറഞ്ഞു അല്ലേ. അങ്ങനെ ശ്രീശുക മഹർഷി അവിടേക്ക് എത്തിച്ചേർന്നു എന്ന് വരെയായിരുന്നു നമ്മൾ കണ്ടത്. ഇനി അടുത്തത് 79ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ സദസ്യാഃ പരമോരു തേജസം സദ്യ സമുത്ഥായ ദദുർമഹാസനം പ്രീത്യാ സുരർഷിസ്തമപൂജയത് സുഖം സ്ഥിതോ വദത് സംശൃണുതാമലാം ഗിരം. ദൃഷ്ട്വാ കണ്ടിട്ട്, ആരെ? സദസ്യാ, ആ സദസ്സിലുള്ളവരെയൊക്കെ കണ്ടിട്ട്, പരമോരു തേജസം സദ്യ സമുത്ഥായ ദദുർമഹാസനം, സദ്യ വളരെ പെട്ടെന്ന് തന്നെ സമുത്ഥായ എഴുന്നേറ്റു. ആ സദസ്സിലിരിക്കുന്നവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന്. ദദുർമഹാസനം, താങ്കളുടെ ആസനങ്ങളിൽ നിന്ന് അഥവാ ഇരിപ്പിടങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് എഴുന്നേറ്റു. കാരണം എന്താ? കണ്ടത് ദൃഷ്ട്വാ പരമോരു തേജസം, മഹത്തായിട്ടുള്ള, ഏറ്റവും പരമോത്കൃഷ്ടവും മഹത്വമായിട്ടുള്ള ഒരു തേജസ്സിനെയാണ് കൺമുമ്പിൽ കണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ പോലെ ഒരു മനുഷ്യാകൃതി പൂണ്ട വ്യാസപുത്രനായ ശ്രീശുക മഹർഷിയല്ല കണ്ടത്, അത്യന്തം ഉജ്ജ്വലമായിട്ടുള്ള ഭാവത്തോടു കൂടിയ ആ പരബ്രഹ്മ സ്വരൂപത്തെ തന്നെയാണ് അവിടെ കണ്ടത്. അവർക്കാർക്കും തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. ആ പരബ്രഹ്മ സ്വരൂപത്തെ കണ്ടപ്പോൾ ബ്രഹ്മം തന്നെ രൂപമെടുത്ത് വന്നതാണോ, ഭഗവാന്റെ തന്നെ മറ്റൊരു ഭാവമാണോ ഇത് എന്ന് തോന്നിപ്പോയി. അത്രമാത്രം തേജസ്സുറ്റ ആ രൂപം കണ്ടിട്ട് ആ സദസ്സിലിരുന്നവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. എന്നിട്ടോ പ്രീത്യാ സുരർഷിസ്തമപൂജയത് സുഖം സ്ഥിതോവദത് സംശൃണുതാമലാം ഗിരാം. അവരൊക്കെ തങ്ങളുടെ പ്രീത്യാ സുരർഷിസ്തമപൂജയത് സുഖം, പ്രീത്യ അത്യധികം പ്രീതിപൂർവം, സുരർഷി തം അപൂജയത് സുഖം, ആ ദേവർഷിയായിട്ടുള്ള നാരദ മഹർഷി പൂജിച്ചു. ആരെ? ആ ശ്രീശുക മഹർഷിയെ അത്യധികം ബഹുമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, പ്രീതിപൂർവം അങ്ങനെ പൂജിച്ചു. സുഖം സ്ഥിതോവദത് സംശൃണുതാമലാം ഗിരം. എങ്ങനെ? സുഖമാകും വണ്ണം വളരെ സർവോത്തമമായിട്ടുള്ള ഒരു ആസനമൊക്കെ നൽകിയിട്ട്, സ്ഥിതോ അവദത്, ആ സ്ഥിതി ചെയ്യുവാൻ, ഇരിക്കുവാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ആസനത്തെ തന്നെ നൽകി അതിന്മേൽ സുഖമാകും വണ്ണം ഇരുത്തിയിട്ട്. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മികച്ചതായ ഒരു ഇരിപ്പിടം അവിടെ ഉണ്ടായില്ല. അത്രയും ഉത്തമമായിട്ടുള്ള ഏറ്റവും നല്ല ഇരിപ്പിടം തന്നെ ശ്രീശുക മഹർഷിക്ക് നൽകി അതിന്മേൽ സുഖമാകും വണ്ണം ഇരുത്തിയിട്ട് ആ ശ്രീശുക മഹർഷിയെ ദേവർഷിയായിട്ടുള്ള നാരദ മഹർഷി വേണ്ട വിധത്തിൽ പൂജ ചെയ്തു. അങ്ങനെ ആ പ്രീതിപൂർവം കൊടുത്ത അത്യാദരങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ട് ആ ശ്രീശുക മഹർഷി അവദത് സംശൃണുതാം അലാം ഗിരം സ്ഥിതഃ അവദത്, ഇങ്ങനെ 2 വാക്കുകളുണ്ട്. അവദത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. എന്താ? സംശൃണുതാം അലാം ഗിരം, സംശൃണുത അമലാം ഗിരം. ആ സംശൃണുത കേട്ടുകൊള്ളുക നിങ്ങൾ. ഇവിടെ ആരാ? സൂതൻ പറയുന്നതാണിത് അല്ലേ. അപ്പോൾ സൂതൻ പറയുകയാണ്, അന്നേരം അവിടേക്ക് വന്ന ആ ശ്രീശുക മഹർഷിയെ വേണ്ട വിധത്തിൽ പൂജിച്ചിരുത്തിയപ്പോൾ ആ ശ്രീശുക മഹർഷി പറഞ്ഞ വാക്കുകൾ സംശൃണുത അമലാം ഗിരം. എങ്ങനെ? അമലമായിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള ആ വാക്കുകളെ
ശ്രീശുക മഹർഷിയുടെ ആ ഒരു തിരുവായ് മൊഴികളെ കേട്ടുകൊള്ളുക, ഞാൻ പറഞ്ഞു തരാമെന്ന് സൂതൻ പറയുകയാണിവിടെ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദൃഷ്ട്വാ സദസ്യ പരമോരു തേജസം സദ്യ സമുത്ഥായ ദദുർമഹാസനം പ്രീത്യാ സുരർഷിസ്തമപൂജയത് സുഖം സ്ഥിതോ വദത് സംശൃണുതാമലാം ഗിരം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സദസ്യാഹ്, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് സദ്യ, അവിടെ വിസർഗമുണ്ട്, അതും പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ സുരർഷി സ്തം അപൂജയത്, സുരർഷി തം അപൂജയതാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വായിക്കുക. തം എന്നുള്ളതിൻ്റെ അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക, അപ്പോഴാണ് അപൂജയതാകുന്നത്. അതുപോലെ സ്ഥിതോവത സംശൃണുതാമലാം, അവിടെ സ്ഥിത അവത സംശൃണുത അമലാം, ഇങ്ങനെ 4 വാക്കുകൾ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. ഇനി അടുത്തതായിട്ട് അപ്പോൾ സൂതൻ ഇവിടെ കഥ പറഞ്ഞ് നിർത്തുകയാണ്. കാരണം ഇനിയും പറയാൻ പോകുന്ന വാക്കുകൾ സാക്ഷാൽ ശ്രീശുക മഹർഷി പറഞ്ഞ കാര്യങ്ങളാണ് വരുന്നത്. അടുത്ത ശ്ലോകം 80ാമത്തെ ശ്ലോകമാണ്. ശ്രീശുക ഉവാച നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദാമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. ശ്രീശുക ഉവാച, ശ്രീശുക മഹർഷി പറഞ്ഞു. എന്താ? നിഗമ കൽപ്പതരോർഗളിതം ഫലം. നിഗമം എന്ന് പറഞ്ഞാൽ വേദം. ആ വേദമാകുന്ന കൽപ്പതരു, കൽപ്പകവൃക്ഷത്തിൽ നിന്നും, ഗളിതം എന്ന് പറഞ്ഞാൽ പുറപ്പെട്ട, ഫലം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫലത്തെ, ആ ഒരു വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൽ നിന്നും താഴേക്കു പതിച്ച അല്ലെങ്കിൽ ഇറങ്ങി വന്ന ആ ഒരു ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം. അങ്ങനെയുള്ള ആ ശ്രീശുക മഹർഷിയുടെ മുഖാദ അമൃതദ്രവ സംയുതം, ശ്രീശുക മഹർഷിയുടെ മുഖത്തിൽ നിന്നും ഒഴുകി വന്ന അമൃതദ്രവം, അമൃതദ്രവത്തോട് ചേർന്നതും. അമൃതം എന്ന് പറയാൻ കാരണം നമുക്കറിയാം, അമൃതം കഴിച്ചാൽ മരണമില്ല എന്ന് പറയാറുണ്ട്. നമ്മൾ പാലാഴി മഥനും ഒക്കെ അങ്ങനെ നടന്ന ഒരു ലീലയാണത്. ആ ഒരു മരണത്തിൽ നിന്നും, ജരാമരണങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനായി ദേവന്മാർ ചെയ്തതായിരുന്നു. ദേവന്മാർക്ക് വേണ്ടി ഭഗവാൻ ആടിയ ഒരു ലീലയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അമൃത കഴിച്ചാൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടാനാകും എങ്കിൽ ഈ ഭാഗവതമാകുന്ന അമൃതം കഴിച്ചാൽ മരണം പോലും ഭയന്ന് മാറി നിൽക്കും. അഥവാ മരണമെന്ന ഭയാനകമായ ചിന്തയ്ക്ക് മനസ്സിനെ കീഴടക്കുവാൻ കഴിയില്ല. ഇവിടെ പരീക്ഷിത് മഹാരാജാവും ആ മരണഭയത്തിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് കടന്നല്ലേ. തൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ട് പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശം ചെയ്യാൻ പോയത് തന്നെ ആ മരണഭയം കൊണ്ടായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ആ മരണഭയത്തെയാണ് ഇവിടെ ശ്രീശുക മഹർഷിയുടെ ആ തിരുവായ്മൊഴിയിൽ നിന്നും ഭാഗവതാമൃതമെന്ന ഫലം ലഭിച്ചതോടുകൂടി, ഭുജിച്ചതോടുകൂടി, അനുഭവിച്ചതോടുകൂടി ഇല്ലാതെയായത്. അപ്പോൾ അങ്ങനെയുള്ള ഈ അമൃതദ്രവം, അമൃതമാകുന്ന ആ ഒരു രസത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജ്യൂസാണ് മുഴുവൻ, അതിൻ്റെ ആ ഒരു ചാറ്, ആ ഫലത്തിൻ്റെ ആ ഒരു ജ്യൂസ് മുഴുവൻ ഇങ്ങനെ ഇറ്റ് വന്നിരിക്കുകയാണ്. ഒരു തുള്ളി പോലും ഇനിയും ബാക്കിയില്ല. അതായത് ഇതിനകത്തു നിന്നും, ഈ ഭാഗവതമാകുന്ന അമൃതത്തിൽ നിന്നും
ഒരു തുള്ളി പോലും കളയാനില്ല. അത്രമാത്രം അതിൻ്റെ ആ ഒരു കുറുകിയ ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒഴുകി വന്ന ശ്രീശുക മഹർഷിയുടെ മുഖത്തിൽ നിന്നും ഒഴുകി വന്ന ഈ അമൃതദ്രവത്തോട് ചേർന്നതും പിന്നെയോ പിബത ഭാഗവതം രസമാലയം. പിബത എന്ന് പറഞ്ഞാൽ കുടിച്ചുകൊള്ളുക, അങ്ങോട്ട് വേണ്ടുവോളം പാനം ചെയ്തു കൊള്ളുക. ഭാഗവതം രസം ആലയം, ഈ ഭാഗവതത്തിൻ്റെ രസത്തെ മുഴുവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സാരത്തെ മുഴുവനും എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ സാരം എന്ന് പറയുമ്പോൾ ഭാഗവതത്തിൽ നിന്നും കളയാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇതിലെ ഓരോ അക്ഷരവും നമ്മൾ മുൻപ് കണ്ടിരുന്നു. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയവഹി, സാക്ഷാൽ ഭഗവാന്റെ തന്നെ രൂപമാണ് ശ്രീമദ് ഭാഗവതം എന്നിരിക്കെ ഈ ഭാഗവതത്തിലെ ഒരു തരി പോലും ഒരു അക്ഷരം പോലും വിട്ട് കളയാനില്ല. അതങ്ങനെ ആ വേദസാരമാണ് ഭാഗവതം എന്ന് പറയുന്നത്. വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്നും വിറ്റുവീണ ഫലത്തിലെ ആ ഫലം എങ്ങനെയുള്ളതാണ്? സാരം മാത്രമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് കളയാൻ യാതൊന്നും ഇനിയില്ല. അങ്ങനെയുള്ള ആ ഫലമാണ് ഇപ്പോൾ ശ്രീശുക മഹർഷിയുടെ മുഖാരവിന്ദത്തിൽ നിന്നും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗവതാമൃതം. അങ്ങനെയുള്ള അമൃതദ്രവത്തോടു കൂടിയതും അതേപോലെ കളയത്തക്ക വിധത്തിൽ യാതൊരംശവും ഇല്ലാത്തതുകൊണ്ട് തന്നെ രസം തന്നെ അതിൻ്റെ സ്വരൂപത്തെ ധരിച്ചതുമായിട്ടുള്ള ഭാഗവതത്തെ പിബത എന്ന് പറഞ്ഞാൽ പാനം ചെയ്യുവിൻ. മുഹുരഹോ രസിക ഭുവി ഭാവുക. മുഹു, നിങ്ങൾ അതിനുശേഷം വീണ്ടും നിങ്ങൾ അഹോ രസിക ഭുവി ഭാവുക. നിങ്ങൾ എപ്പോൾ വരെയാണ് ഈ ഒരു ഭാഗവത കഥ പാനം ചെയ്യേണ്ടത് എന്നാണെങ്കിൽ നിങ്ങൾ മോക്ഷം പ്രാപിക്കുന്നത് വരെ പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല നമുക്ക് എപ്പോഴാണ് മോക്ഷം കിട്ടുക, എത്ര ജന്മം ഇനിയും വേണമെന്നോ അല്ലെങ്കിൽ ഈ ജന്മം കിട്ടുമോ എന്നും ഒന്നും നമുക്കറിയില്ല. അപ്പോഴോ എപ്പോഴൊക്കെ ഭാഗവതം നമുക്ക് ഈ പാനം ചെയ്യുവാൻ അവസരം കിട്ടുന്നോ, അത് കേൾക്കാനായിക്കോട്ടെ, പാരായണം ചെയ്യുവാനായിക്കോട്ടെ, പഠിക്കുവാനായിക്കോട്ടെ, നമുക്കൊരവസരം കിട്ടുന്നുവോ പാഴാക്കി കളയരുതേ സജ്ജനങ്ങളെ എന്ന് നമ്മളോട് പറയുകയാണ്. എന്തിനു വേണ്ടി? ആ മോക്ഷത്തിലേക്കുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ഈ ഭാഗവതത്തിലൂടെ നിങ്ങൾ അങ്ങോട്ട് സഞ്ചരിച്ചു കൊള്ളുവിൻ. കാരണം ഇതിനകത്തു നിന്നും കളയുവാനായിട്ട് യാതൊന്നും തന്നെയില്ല. പരിപൂർണമായിട്ടും അതിൻ്റെ ആ ജ്യൂസ് മുഴുവൻ, സാരം മുഴുവൻ ഇങ്ങോട്ട് കിട്ടിയിരിക്കുകയാണ് വേദങ്ങളുടെ. അപ്പോൾ ആ വേദസാരമായിട്ടുള്ള ഈ ഭാഗവതത്തെ എത്രമാത്രം നിങ്ങൾ പാനം ചെയ്യുന്നുവോ അത്രമാത്രം എളുപ്പം നിങ്ങൾ മോക്ഷത്തിലേക്ക് നടന്നു കയറുമെന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. അയ്യോ രസികന്മാരെ എന്നാണ് പറഞ്ഞത്. അതായത് നമ്മളൊക്കെ അത്യന്തം സുഹൃതം ചെയ്തവരാണ്, പരമഭാഗ്യവാന്മാരായിട്ടുള്ള, അവിടെ ശ്രീശുക മഹർഷി ആ സദസ്സിലിരുന്നവരെയാണ് വിളിച്ചത്. ഏറ്റവും ഭാഗ്യം ചെയ്തിട്ടുള്ളവരായിട്ടുള്ള ഭാഗ്യശാലികളായിട്ടുള്ള രസികന്മാരെ. ഇവിടെ നമുക്കുമൊക്കെ കരുതാം, ഈ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇത് പഠിക്കുവാൻ കേൾക്കുവാൻ നമുക്കൊരവസരം ഭഗവാൻ കനിഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുമൊക്കെ ഭാഗ്യം ചെയ്തവരായതുകൊണ്ടാണ്. ഭഗവാന്റെ കൃപ ഒരുപാട് നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനൊരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. ഇവിടെ ആ സദസ്സിലുള്ളവരെ നോക്കൂ, സാക്ഷാൽ ബ്രഹ്മം തന്നെ സ്വരൂപമായി വന്നിട്ടുള്ള ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ശ്രീശുക മഹർഷിയാണ് വിളിക്കുന്നത്. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത രസികന്മാരെ, നിങ്ങൾ മോക്ഷം പ്രാപിക്കുന്നത് വരെ ഇത് പാനം ചെയ്തോളൂ. നമുക്കുള്ള ഒരു ഉപദേശമാണ് ഭാഗവതം. താഴെ വയ്ക്കണ്ട, എപ്പോഴും 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 എന്ന് പറഞ്ഞാൽ ഭാഗവതം ഗ്രന്ഥം കയ്യിൽ കൊണ്ട് നടക്കുക എന്നല്ല, മനസ്സും ശരീരവും ചിന്തകളും എപ്പോഴും ഭഗവാനിങ്കൽ ഭാഗവതത്തിങ്കൽ ഉറച്ചു നിൽക്കട്ടെ എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം.
അവിടെ ശുഖമുഖാത് അമൃതദ്രവ സംയുതമാണ്. അത് അവിടെ ദായുടെ അകാരം ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്തത് പിബത ഭാഗവതം രസമാലയം. രസം ആലയമാണ്, മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ മുഹുരഹോ, മുഹു അഹോ ആണ്, രായുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഭാവുക. അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്താൻ ശ്രമിക്കുക. ഇനി അടുത്തത് 81-ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.